ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ കുറേ ഉണ്ട്. ഇലക്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് ആൾക്കാർ സന്തോഷത്തിൽ, കുറച്ച് ആളുകൾ സങ്കടത്തിൽ, ചിലരൊക്കെ സർപ്രൈസ് ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് തമിഴ്നാട്ടിൽ വിജയ ചരിത്രമൊക്കെ കുറിച്ചിട്ട് നിൽക്കുന്നു. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ വീണ്ടും വന്നിട്ടുണ്ട് UDF. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. 10 വർഷത്തെ ഭരണത്തിന് ശേഷം ജനങ്ങൾ ഇറക്കി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് PC ജോർജ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയാൽ പലരും പറയുന്നത് ഇപ്പോൾ UDF തരംഗം ഒരു കുന്തവും ഇല്ല. UDFിന്റെ തരംഗമൊന്നുമില്ല. യഥാർത്ഥ തരംഗം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി സർക്കാരിനെ അഗെയിൻസ്റ്റുള്ള ഒരു ജനങ്ങളുടെ പ്രതിഷേധമാണ് ഈ കണ്ടത്. അത് ഓൾമോസ്റ്റ് ശരിയാണ്. ജനങ്ങളുടെ അടുത്ത് കടക്ക് പുറത്തു എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ പോയിരിക്കാൻ പറയും. അത് നമ്മൾ കണ്ടു വളർന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. ഇത് കേരളമാണ്, ഇത് മറ്റ് സംസ്ഥാനം പോലെ അല്ല. ഇവിടെയുള്ള ആൾക്കാർ നോക്കി കണ്ടുപോയി വോട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറെ മോശം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ്. ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും ഒക്കെ റോഡിൽ തെരുവിലിറങ്ങി മുട്ടിൽ നിരങ്ങി സമരം ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ എഗെയിൻസ്റ്റ് മുഖം തിരിച്ചതിൻ്റെയും ഓരോ ധാർഷ്ട്രീയ സ്വഭാവം കാണിച്ചതിൻ്റെ ഒക്കെയാണ് ഇപ്പം ഈ സംഭവിച്ചത്. ജനങ്ങളെ ഭരിക്കുന്ന ആളാവരുത് ഒരു മന്ത്രി, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ആളായിരിക്കണം ഒരു മന്ത്രി. എല്ലാ കാലത്തും ജനങ്ങളെ നമ്മൾ മാനിക്കണം, ജനങ്ങളെ ഏറ്റവും മുന്നിലുള്ളവരായി കാണണം. അവരാണ് നമുക്ക് അധികാരം തരുന്നതെന്നും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം, ജനങ്ങളെ അല്ല ഭരിക്കേണ്ടതെന്നുള്ളൊരു ബോധ്യവും എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. അത് മനസ്സിലാക്കിയിട്ട് എന്ന് നമ്മുടെ രാഷ്ട്രീയക്കാർ പെരുമാറുന്നു, അന്ന് നമ്മുടെ നാട് നന്നായി തുടങ്ങും. അൺഫോർച്ചുനേറ്റ്ലി പലരും അത് ചെയ്യുന്നില്ല. അത് ചെയ്യണം എന്ന് വിചാരിച്ച് മുമ്പോട്ട് വരുന്ന ആൾക്കാരൊന്നും മുകളിലേക്ക് വരുന്നില്ല. ഈ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കുതികാൽ വെട്ടും കൂട്ടിക്കൊടുപ്പും എന്നുള്ള രീതിയിൽ പോകുന്നവർ മാത്രമേ, അതായത് ഒരു കുശാഗ്ര ബുദ്ധി ഉള്ളവർ മാത്രമേ മേളിലോട്ട് പോവുള്ളൂ, അല്ലെ പോകുന്നുള്ളൂ, നമ്മൾ കാണുന്നുള്ളൂ. ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്നവരൊക്കെ എപ്പോഴും താഴെ തട്ടി തന്നെ നിൽക്കുകയാണ്. അതുപോലെ അണികളോട് പറയാനുള്ളൊരു കാര്യം, എല്ലാം കഴിഞ്ഞു, ഇനിയും അടുത്ത ഭരണം വരാൻ പോകുന്നു. VD സതീശനോ ചെന്നിത്തല ഐ ഡോണ്ട് നോ, പാർട്ടി തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. അത് അവരുടെ അടി കഴിഞ്ഞിട്ടേ തീരുമാനിക്കത്തുള്ളൂ. അവർ തമ്മിൽ ആദ്യം ഒരു ധാരണ വേണം. അതെന്തായാലും ഇല്ല. അത് വൻ കോമഡി. അത് പിന്നെ പറയാം. നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ കോമഡി പറയുന്ന പോലെ നമ്മൾ പണി ചെയ്താൽ നമുക്ക് ജീവിക്കാം. രാഷ്ട്രീയമൊക്കെ നല്ലതാണ്, നമ്മുടെ അഭിപ്രായങ്ങൾ പറയണം. ഇപ്പം ഞാൻ ഇരുന്ന് പറയുന്ന പോലെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളുടെ ജീവിതം നോക്കുക, നമ്മുടെ കുടുംബം നോക്കുക. അതിനുശേഷമേ വടി എടുത്തിട്ട് റോഡിലിറങ്ങണോ ജയിലിൽ പോകണോ എന്നൊക്കെ തീരുമാനിക്കാവുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ലോങ് ഇൻട്രോ ആയിപ്പോയി അല്ലേ? ഫസ്റ്റ് വീഡിയോ നോക്കാം. തുടങ്ങി എടി, ഇതാണ് ഞാൻ മുമ്പേ ഞാൻ പറയാന്ന് പറഞ്ഞ ഇവർക്ക് തന്നെ ഒരു ഐക്യമില്ല. ഇവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരവും അധികാരമോഹമാണ്. നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 5, 10, 15 വർഷമൊക്കെ ഭരിച്ചു പോവാം. പക്ഷെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ജനങ്ങൾ പടിയിറക്കിയതുപോലെ തന്നെ നിങ്ങളെയും നാളെ പടിയിറക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പീക്ക് കോമഡി ഈസ് ലോഡിങ് ഗൈസ്. ഉറപ്പാണ്. സ്റ്റേജ് ഷോയ്ക്ക് പോയാൽ, ചാനൽ മറ്റേ ഇൻ്റർവ്യൂവിന് പോയാൽ, ഇതുപോലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ, പത്രസമ്മേളനത്തിന് പോയാൽ എല്ലാത്തിനും അടിയാണ്. ഇവർ തമ്മിൽ ആദ്യം ഐക്യം വരട്ടെ, അത് കഴിയുമ്പോൾ അന്ന് കഴിഞ്ഞാൽ ഇവർ ശരിയാവും. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാ. ഇനി എന്താ പറയാ നമ്മള് ഇതിനൊക്കെ? ഇനിയിപ്പോ എന്താ ചെയ്യും? പൊട്ടയടിക്കുവോ? ഇങ്ങനെ പോവോ? ഇല്ല, അത് മാറ്റി പറഞ്ഞു ഓൾറെഡി. ഞാൻ പറഞ്ഞത് ഞാൻ തോക്കുമ്പോഴത്തെ കാര്യം അല്ല എന്ന് മനസ്സിലായോ? ഞാൻ തോക്കുകയാണെങ്കിൽ, ഞാൻ ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ്, അവൻ ജയിക്കുകയാണെങ്കിൽ, അയാൾ തോൽക്കുകയാണെങ്കിൽ എന്നൊക്കെയോ പറയുന്നുണ്ട്. അതങ്ങനെയാണ്, മെഴുകലാണ്. ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ് ഈ പറയുന്നത്. നമുക്ക് അന്ന് പറയുമ്പോഴേ അറിയാം. എന്തായാലും നല്ലത് ഏതാ, നല്ലത് കിട്ടട്ടെ. അടുത്തത്, ജയിച്ചാൽ ആ രാത്രി ഞാൻ ഉറങ്ങില്ല. ആ രാത്രിയിൽ
ഞാൻ ആലപ്പുഴയിലെ ഒരു പക്ഷേ എൻ്റെ പാർട്ടി തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ആയിരിക്കണമല്ലോ ഒരു ടിക്കറ്റ് തരിക. ഇനിയിപ്പോ എത്ര വെള്ളം കിടന്നുറങ്ങാലോ. എന്തായാലും അവിടുത്തെ ജനങ്ങൾക്ക് മനസാക്ഷിയുള്ളവരാണ് കേട്ടോ. ഇത് കേട്ടോട്ടാണോ ഇനി അറിയില്ല, പാവത്തിന്റെ ഉറക്കം പോകുന്ന വെച്ചിട്ടായിരിക്കും. ഇനിയിപ്പോ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് അവരും വിചാരിച്ചു കാണും. അപ്പോ ഞാൻ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത്, ജയിച്ചതിന് ശേഷം മത്സ്യപ്രവർത്തകർക്കിടയിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത, കുട്ടികൾക്ക് പുസ്തകം വാങ്ങാനില്ലാത്ത, അവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കണം എന്നറിയാത്ത, അവരെ എങ്ങനെ ഒരു അടച്ചുറപ്പുള്ള വീട്ടിൽ ഉറക്കണം എന്നറിയാത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാർക്കിടയിലേക്ക് കടൽ തീരത്തുകൂടെ നടന്നു പോകണം എന്നാണ് എന്റെ സ്വപ്നം. കടൽ തീരത്തോട് ഉലാത്തണമെന്നാണ് സ്വപ്നം. ഈ പറയുമ്പോ മറ്റേ സംഘി വിരുദ്ധനൊക്കെ ആക്കി കളയും, BJP വിരുദ്ധനൊക്കെ ആക്കി കളയും. പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാരും ഒരു കുടക്കീഴിൽ എങ്ങനെ വരുന്നതാ? ഒരു താമര എന്നുള്ളത് എങ്ങനെ കീറുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചക്കച്ചേച്ചി, സോറി പേര് നെയിം കോളിംഗ് ഇസ് നോട്ട് ഗുഡ്, അത് പ്രോത്സാഹിക്കാൻ പാടില്ല. എല്ലാവരും മറ്റേ റീൽസിലും അവരുടെയൊക്കെ കണ്ടു അറിയേണ്ടതായിരുന്നതാ. പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു സാധനം വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതേ അടുത്തത്. ഇവരുടെയൊക്കെ വിചാരിക്കുന്നത് ഇത് കേരളമാണ്, അടച്ചുറപ്പുള്ള വീട്ടിലെ കുഞ്ഞുങ്ങളെ ഇടാൻ അറിയാത്ത അമ്മമാരോ, എന്ത് ഉദ്ദേശിച്ചേ? എന്തായാലും ഇനിയിപ്പോ എന്ത് വേണേലും പറയാലോ. ഇനിയിപ്പോ അടുത്ത പാട്ട് മത്സരത്തിന് കാണാമെന്ന് പറയാം. പറഞ്ഞു തീർന്നതേ ഉള്ളൂ. ചക്ക തോറ്റ് തറ പറ്റി നിൽക്കുന്നവരെ പിന്നെ പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമില്ല. അത് തോക്കുന്ന ആദ്യം അറിയാണ്ട് പിന്നെ ഓക്കേ. CPM-ന്റെ അടിപതറലിലൂടെ വലിയ തകർച്ചയിലൂടെ ആ തകർച്ചക്കാലത്ത് CPM-നെ നയിച്ച നേതാവ് ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം ധർമ്മടത്ത് അബ്ദുൾ റഷീദ് എന്ന ഒരു യുവ നേതാവിനോട് മുട്ട് വിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്. അടുത്ത ആഴ്ചകളിൽ പിണറായി വിജയന് ലീഡ് തിരിച്ചു പിടിക്കാൻ കഴിയുമോ, ജയിക്കാൻ കഴിയുമോ? എന്താ സ്നേഹം! ഈ സ്നേഹമൊക്കെ അങ്ങോട്ടും കണ്ടാ മതിയേരുന്ന്. കുണ്ട്രയിൽ എന്താണ് വിജയപ്രതീക്ഷ? 100% വിജയപ്രതീക്ഷ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ മെയിൻ സ്ട്രീറ്റ് ചാനൽ ഓപ്പോസിഷനിൽ നിൽക്കുന്ന ആൾക്ക് മിണ്ടാണ്ട് വെറുതെ എന്തേലൊക്കെ പറഞ്ഞോണ്ട് അണ്ണൻ എവിടെയായിരുന്നു ഗോപിച്ചാർ? ജനങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. ആ നിശ്ചയത്തിൽ നിന്നൊന്നും നിങ്ങളുടെ ഈ ചെപ്പടി വിദ്യയും മറ്റേ അവർ പറയുന്നത് പോലെ എന്താ പൊറോട്ട നാടകം, അതൊന്നും കേൾക്കത്തില്ല. ജനങ്ങളെ നിശ്ചയിച്ചു, സത്യമാണത്. പക്ഷെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അത് ഇലക്ഷന് മുമ്പേ അറിയാമായിരുന്നു എന്നുള്ളതാണ് കോമഡി. അവർക്കും അറിയാം, പറഞ്ഞു കേട്ടില്ല. പണി സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞു, സുനിയൊക്കെ തട്ടി. അതുപോലെ ഞാൻ പറയുന്നു, തൃക്കാക്കരയിലെ കോട്ടയോ, ഏത് കോട്ട, എവിടുത്തെ കോട്ട, എല്ലാ കോട്ടയും പൊളിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. തൃക്കാക്കരയിൽ ഞാൻ വന്നത് എന്റെ രാഷ്ട്രീയ ആത്മഹത്യയല്ല, കോൺഗ്രസിന്റെ ആത്മഹത്യക്ക് തുല്യമായ നടപടിയാണെന്ന് മെയ് 4-ാം തീയതി നിങ്ങൾക്ക് മനസ്സിലാവും. എഴുതി വെച്ചോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ റീലൊക്കെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ കാണുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. എന്തിനാ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, അല്ല തിളച്ച സാമ്പാർ. പിഷു വിജയമാണ് പാലക്കാട്. അതെ, മികച്ച വിജയമാണ് പാലക്കാട് എന്ന് മാത്രമല്ല മികച്ച വിജയമാണ് കേരളത്തിൽ എന്ന് തിരുത്താൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ജനങ്ങളെ നമ്മൾ മാനിക്കണം, ജനങ്ങളെ ഏറ്റവും മുന്നിലുള്ളവരായി കാണണം. പുള്ളിക്കാരന് നല്ല വിസ്ഡം ഉള്ള ഒരാളാണ്. ആ ജസ്റ്റ് വാക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്, അല്ലാണ്ട് ജനങ്ങളെ അല്ല ഭരിക്കേണ്ടതെന്ന്. അതിലെല്ലാം ഉണ്ട്. നന്നായിട്ട് ഭരിക്കാൻ കഴിയട്ടെ, മുൻപോട്ട് പോകട്ടെ. മറ്റ് അധികാര മോഹ പരിപാടികൾ മറ്റുള്ളവർ നടത്താതിരിക്കട്ടെ, നടത്തുകയാണെങ്കിൽ അതിൽ പെട്ടു പോകാതിരിക്കട്ടെ. പിഷാരടി എനിക്കിഷ്ടമാണ്. പിഷാരടി ചേട്ടൻ കയറി വരട്ടെ, മുൻനിരയിലേക്ക് കയറുക ചേട്ടാ. നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് കേരള രാഷ്ട്രീയത്തിൽ വേണ്ടത്, അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. പേനും പേപ്പർ ഇടാ. ഞാൻ 10 ദിവസം കൂടെ കഴിഞ്ഞാൽ
ബിഗ് ബോസിൽ എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണോ ഇത്തവണത്തെ കമ്പനിക്കാണെന്ന് ഞാൻ ദിനേശിനോട് പറഞ്ഞത്, അതേ ഞാൻ വിളിക്കും കേട്ടോ. ഞാൻ വിളിക്കും 10 ദിവസം കഴിയുമ്പോൾ അവരെ സംബന്ധിച്ച് അത് മതവുമില്ല. തൃക്കാക്കരക്കാർക്ക് ബുദ്ധിയുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. മതമില്ല, രാഷ്ട്രീയമില്ല, ബുദ്ധിയുണ്ട്. ജയിപ്പിക്കൂല വരും. അല്ല 10 ദിവസം കഴിഞ്ഞ് വിളിച്ച കളിയാ, വിളിച്ചായിരുന്നോ? 3-ാം വട്ടവും LDF വരും. ഇതൊക്കെ ഇലക്ഷന് മുമ്പുള്ള സാധനങ്ങളാണല്ലോ എനിക്കിപ്പൊ കിട്ടി. നേരത്തെ അവൻ അയച്ചിട്ടോ. ഒരു സംശയമില്ല, LDF ആയിരിക്കും. എത്ര സീറ്റ് കിട്ടും അത് നേരത്തെ ഉള്ളതിൽ കൂടുതൽ കടക്ക് പുറത്ത്. അരുൺകുമാരൻ എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാല 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി ഒന്നാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ്. താഴെ മുകളിലോട്ട് പോകുമ്പോൾ 24,303 വോട്ടുകൾക്ക് അഖിൽ മാല എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം He was waiting for this, you know. പുള്ളി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പുള്ളിക്ക് എല്ലാവരും അറിയാമല്ലോ. അടുത്തത് പോടാ, ഇറങ്ങി പോടാ. ഇത് കാക്കല്ല, ഇത് പോത്ത്. എന്റെ അളിയാ, അതിന്റെ സ്കെയില് കണ്ടോ? പൊളി സാധനം. അതെ ഗൈസ്, അവർ റീൽസ് ചെയ്യുകയാണ്. നടന്നു പോകുന്നു, നിൽക്കാൻ പറയുന്നു, തിരിച്ചു വരുന്നു, ഹഗ് ചെയ്യുന്നു, പോകുന്നു. കഴിഞ്ഞോ? എന്താ എന്റെ കിഡ്നി ടച്ച് കോഡ്. എന്തൊക്കെ തരം കുറുമ്പുകളാ. എന്റെ കിഡ്നി ആരെ ടച്ച് അടിച്ചു പോയി. വല്ലാത്ത ഐഡിയോളജി തന്നെ. അതെന്താ ഐഡിയോളജി? അതായത് ഇപ്പൊ നമ്മളെ വയനാട് ചൂരൽമല ഉണ്ടായിട്ടുള്ള അപകടം അതെല്ലാവർക്കും അറിയണതാണ്. ഈ തൊട്ടിലെ കിടന്നുറങ്ങണ ഇത്തിരി പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പടച്ചവന് ഇങ്ങനെ ഒരു ശിക്ഷ അവർക്ക് ഇറക്കി കൊടുക്കുന്നത്? കാരണം അവർക്ക് ഒരു ബോധം പോലും വെച്ചിട്ടുണ്ടാവില്ല. കിടക്കുന്ന കുട്ടി നരകത്തിലാണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഇവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ചൂരൽമലയിലുള്ളത് ശിക്ഷയാണെന്ന് താങ്കൾ എങ്ങനെ മനസ്സിലാക്കി? അതല്ല, ശിക്ഷ എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി? അല്ല, ശിക്ഷയെല്ലാം ഇസ്ലാം പറയുന്നു. എങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാം പറയുന്നു, വലനബുലുവന്നക്കും ബിശൈഇൻ, ഞാൻ നിങ്ങളെ പരീക്ഷിക്കും ചില കാര്യങ്ങൾ കൊണ്ട്. ഖൗഫ്, ഭയം കൊണ്ട് പരീക്ഷിക്കും. വൽജൂ, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. വനഖ്സി മിനൽ അംവാൽ, അഥവാ സമ്പത്ത് കുറഞ്ഞുകൊണ്ട് പരീക്ഷിക്കും. വൽ അൻഫുസ്, മനുഷ്യന്മാരുടെ മരണം കൊണ്ട് പരീക്ഷിക്കും. വസ്തമറാത്ത്, വിഭവങ്ങളില്ലാതെ പരീക്ഷിക്കും. ഇങ്ങനെയൊക്കെ പരീക്ഷിക്കും. ഇങ്ങനെ പരീക്ഷിച്ചങ്ങൾ ശിക്ഷ അനുഭവിച്ച ആൾക്കാരായി നല്ല ശേഷം മതം പറയുന്നത് വബശ്ശിരി സ്വാബിരീൻ, അങ്ങനെ നിങ്ങൾക്ക് പരീക്ഷണം ലഭിക്കുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സന്തോഷ വാർത്ത, ശിക്ഷയല്ല സന്തോഷ വാർത്ത ലഭിക്കുന്നു. അവിടെ ഒരു തൊട്ടിലിൽ ഈ പറഞ്ഞവന്റെ മുട്ടുകാലിന്റെ താഴോട്ട് അങ്ങ് അടിച്ചൊടിച്ചിട്ട് നീ ക്ഷമിക്കൂ, ഇത് പരീക്ഷണമാണ്, വേദനയൊക്കെ നിനക്ക് തോന്നുന്നതാണ് എന്ന് പറഞ്ഞാൽ നീ അങ്ങ് സഹിക്കുവാടാ. വായി തോന്നുന്ന കോതയ്ക്ക് പോട്ടോ. ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ പോയി കഴിഞ്ഞാൽ വേണ്ട. ഭക്ഷണ വിശ്വാസികളെ വന്നിരിക്കുന്നു. എന്താ കാട്ടണത്? എഞ്ചിൻ ഓയിലൊന്നുമല്ല, ക്രൂഡ് ഓയിലാ. കരി ഓയിലിന്റെ ബാപ്പയായിട്ട് വരും. എന്താണ് അത്തപ്പ് ഇട്ട് വെച്ചേക്കുന്ന? എന്താ ഭംഗി, കളറായിട്ട് കിടക്കുന്നു. മേളി കറുപ്പ് കോട്ടിങ്. ടാർ ഒരുക്കി ഒഴിച്ചാൽ ഇത്രയും കളർ വരത്തില്ലല്ലോ അളിയാ. അവൻ തന്നെ തിന്നുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്നിക്കാൻ വയ്യ.
ഓക്കെ ഗൈസ്, ഞാൻ ഇത് വലിച്ചെടുത്തില്ല. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ ബൈ.